ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ അരികെ അകലെ എന്നുള്ള ഒരു പാഠഭാഗമാണ്. അതിൽ കാത്തിരിപ്പ് എന്നുള്ള കവിതയും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ നോക്കുന്നത്. യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും, അത് കൗതുകം പകരും. എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട്. എങ്ങനെ? കാത്തിരിപ്പ് എന്നുള്ള കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത ചെറുശ്ശേരിയുടെ കവിതയാണ് കേട്ടോ. എൻ മകനെന്തു പോൽ വാരാഞ്ഞോ തോഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ, കാലികൾ കാണാഞ്ഞോ കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ, കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലെ വീണാനോദാൻ, ചാലെത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതർന്നില്ലല്ലീ, കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങോഴന്നാനോ താൻ, സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി, പിള്ളേരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കീടന്നാനോ താൻ, ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നീതുള്ളവും പിന്നെ പിന്നെ. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ മക്കൾ എന്താ കാണുന്നത്? ഒരു വീടിൻ്റെ പടിയിൽ അമ്മ ദൂരേക്ക് നോക്കിയിരിക്കുകയാണല്ലേ. എന്താണ് അമ്മയുടെ മുഖത്തുള്ള ഭാവം? സങ്കടമാണല്ലേ, വിഷമത്തോടു കൂടെ നോക്കിയിരിക്കുകയാണ്. ആരെയാണ് നോക്കിയിരിക്കുന്നത്? മകനെയാണ് നോക്കിയിരിക്കുന്നത്, അതായത് കൃഷ്ണന്. കൃഷ്ണൻ പതിവിലും സമയം കഴിഞ്ഞിട്ടും വരാത്തത് കണ്ട് വിഷമത്തോടുകൂടെ കൃഷ്ണൻ വരാത്തതിൻ്റെ വ്യാകുലതകൾ തോഴിയോട് പറയുന്നതാണ് ഈ ഒരു കവിതയിൽ. കൃഷ്ണൻ്റെ അമ്മ ആരാണ്? യശോദയാണ് കേട്ടോ. അപ്പം നമുക്ക് കവിതയിൽ എന്താ നോക്കാം. എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ. അങ്ങനെ പറഞ്ഞാൽ കൂട്ടുകാരി, എൻ്റെ മകൻ എന്താ വരാത്തതെന്ന് പറയൂ, ഇന്നലെ ഈ നേരത്ത് വന്നതാണല്ലോ എന്ന് ആര് ചോദിക്കുകയാണ്? യശോദ കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ. കാലികളെ കാണാഞ്ഞ് കാട്ടിൽ തിരഞ്ഞു നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാവുമോ എന്നും യശോദ ചോദിക്കുകയാണ്. കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ. കായ്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പാഴ്മരത്ത് കയറിയിട്ട് കാട്ടിൽ വീണിട്ടുണ്ടാകുമോ എന്നും ചോദിക്കുന്നു. ചാലത്തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കുതർന്നില്ലല്ലീ. കാലികളെ തെളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കാലികൾ എൻ്റെ മകനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നും യശോദ ചോദിക്കുകയാണ്. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ. കാട്ടിൽ നേർവഴി കാണാതെ വിഷമിച്ച് അവൻ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ടാവുമോ എന്നും യശോദ ചോദിക്കുന്നു. സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി. കാട്ടിലൂടെ നടക്കുമ്പോൾ വലിയ പുലി അവനെ പിടികൂടിയിട്ടുണ്ടാവോ, ചതിയിലൂടെ പിടികൂടിയിട്ടുണ്ടാവോ പറയൂ തോഴി എന്നും യശോദ തോഴിയോട് ചോദിക്കുകയാണ്. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. അല്ലേ, കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ദുഃഖിച്ച് വീണ് കിടക്കുകയാവോന്നും ചോദിക്കുന്നു. ചോറെല്ലാം മാറിച്ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നിതുള്ളവും പിന്നെ പിന്നെ. അവന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ചോറ് ആറിത്തുടങ്ങുന്നു എന്നും അതുപോലെ തന്നെ സമയം കഴിയുന്തോറും മനസ്സ് നീറുന്നു എന്നും യശോദ തോഴിയോട് പറയാണ്. ഇപ്പോൾ കവിതയിലെ കുറച്ച് വാക്കുകളും അർത്ഥങ്ങളും തന്നിട്ടുണ്ട്. അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, ഉഴലുക ചുറ്റിത്തിരിയുക, കാനനം കാട്, കുത്തിക്കുതറുക എന്ന് പറഞ്ഞാൽ കുത്തി മുറിവേൽപ്പിക്കുക എന്നാണ്. പിന്നെ തറച്ചില്ലല്ലി എന്ന് പറഞ്ഞാൽ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ. തോഴി എന്ന് പറയുന്നത് കൂട്ടുകാരിക്കാണ്. ദീനൻ എന്ന് പറഞ്ഞാൽ വിഷമിച്ചവൻ. വാരാഞ്ഞു എന്ന് പറഞ്ഞാൽ വരാതിരുന്നു. അപ്പോൾ പുതിയ വാക്കുകളും അർത്ഥങ്ങളുമാണ് കേട്ടോ. ഇനി നമുക്ക് കവിത താളമിട്ട് ചൊല്ലാം. അപ്പം നിങ്ങൾ പുതിയ പുതിയ ഈണത്തിൽ ചൊല്ലുക. കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, അതിന് ഉത്തരം എഴുതാം.
കന്നുകാലികളെ കാണാഞ്ഞ് അവയെ തേടി കാട്ടിലൂടെ നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ച് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാകുമോ? കായ്കൾ പറിക്കാൻ പാഴ്മരത്തിൽ കയറിയപ്പോൾ കാട്ടിൽ വീണ് അപകടം പറ്റിയിട്ടുണ്ടാകുമോ? കന്നുകാലികളെ തെളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവ അവനെ കുത്തി മുറിവേൽപ്പിച്ച് കാണുമോ? കാട്ടിൽ വഴി കാണാതെ വിഷമിച്ച് അവൻ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ടാകുമോ? കാട്ടിലൂടെ നടക്കുമ്പോൾ വലിയ പുലി ചതിയിൽ പിടികൂടിയിട്ടുണ്ടാകുമോ? പിന്നെയോ കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുമ്പോൾ അപകടം പറ്റിയിട്ടുണ്ടാകുമോ? ഇങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് ഓർത്ത് അമ്മ വേവലാതിപ്പെടുന്നു അല്ലേ? രണ്ടാമത്തെ ചോദ്യം, നീറുന്നിതുള്ളവും പിന്നെ പിന്നെ, എന്താണ് ഈ വരികളുടെ ആശയം? ഈ വരികളിൽ അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം ദുഃഖം തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. മകനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ആശങ്കകളുള്ള മനസ്സിൽ സമയം പോകുന്തോറും വിഷമം കൂടുന്നു എന്ന് കവി പറയുന്നു. ഇനി അവസാനത്തെ ചോദ്യം, വാരാഞ്ഞോ വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട്? ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? വാരാഞ്ഞോ വരാതിരുന്നു, വന്നാനല്ലോ വന്നല്ലോ, തറച്ചില്ലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ, നീറുന്നിതുള്ളവും മുഴുവൻ ദുഃഖഭരിതമാണ്. ചമഞ്ഞു, അതിപ്പോൾ പറയുന്നത് കാണുന്നു പൊങ്ങുന്നു എന്നൊക്കെയാണ്. കാൽ തന്നിൽ എന്ന് പറഞ്ഞാൽ കാലിൽ, കാണാഞ്ഞു എന്ന് പറഞ്ഞാൽ കാണാതെ, ഏറിയിട്ട് കയറിയിട്ട്, വീണാനോ താൻ എന്ന് പറയുമ്പോൾ വീണതാണോ അവൻ, നൽവഴി എന്ന് പറയുന്നത് നല്ല വഴി, പിള്ളേരുമായി ഇപ്പം പറയുന്നത് കുട്ടികളുമായി, അല്ലലായി ദുഃഖിച്ചു, കിടന്നാനോ താൻ എന്ന് പറയുന്നത് കിടന്നതാണോ അവൻ, എൻ മകൻ എന്ന് പറയുമ്പോൾ ഇപ്പം പറയുന്നത് എന്താണ്? എൻ്റെ മകൻ. ചൊല്ല് എന്നതിന് ഇപ്പോൾ പറയുന്നത് പറയൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.